ഹലോ പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചട്ടിപ്പറമ്പ് ചന്തയാണ്, ഞായറാഴ്ചയുമാണ്. പക്ഷേ ബലിപെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം പെരുന്നാളായതുകൊണ്ട് ഇന്ന് ചന്ത ലീവാണ്. അതിൻ്റെ വിജനമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും വിശാലമായ സ്ഥലത്ത് ആയിരക്കണക്കിന് കന്നുകൾ നടക്കാറുണ്ട്. അവിടെ ചായക്കട അടക്കം ലീവാണ്. ഇവിടെ അല്പം ചില കാളകളും പാൽപ്പശുക്കളും ഒരു പോത്തൊക്കെയാണ് ബാലൻസ് ഉള്ളത്. അത് നമ്മുടെ ചന്തയിൽ തന്നെ തൊഴുത്ത് കൊണ്ട് നടക്കുന്ന കുഞ്ഞിക്കോഴക്കേടേതാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കെട്ടിയതാണ്. പക്ഷെ ഇന്നത്തെ രസം എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ഇടച്ചന്ത ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു പോയി. അപ്പോൾ അതപ്പോൾ കുഞ്ഞിക്കോയൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കന്നിന് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനൊക്കെ നിന്നാണ്. അപ്പോഴേക്കും ഇങ്ങനെ കസ്റ്റമർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ എല്ലാവരും ചന്ത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വരികയാണ്. ആണിപ്പോൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ കുഞ്ഞിക്കായക്കാൻ വേണ്ടി കുശലം പറഞ്ഞ് നിൽക്കുകയാണ് ആൾക്കാർ, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കുഞ്ഞിക്കോയക്കാൻ്റെ ഒരു കൂറ്റൻ കാളയാണ്. 3 കിൻഡലിൻ്റെ ഏറെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചോദ്യം 1.4 1.4 ചോദ്യ വിലയിൽ നിൽക്കുന്ന നല്ല ഇറച്ചിയൊക്കെയുള്ള തുടിപ്പുള്ള സാപ്പാടിലാണ് മൂപ്പര്. കസ്റ്റമേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട് എന്നുള്ളതാണ് രസം. അപ്പോൾ ചോദിക്കുന്നതൊക്കെ വളർത്ത് കന്നുകളെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ ചന്തയിൽ സെയിൽസ് നടത്തുന്ന ആളുകൾ കൂടി ശ്രദ്ധിക്കുക. നല്ല വളർത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അടുത്ത ചന്ത മുതൽ ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ചൊവ്വ ബുധനൊക്കെ ഉള്ള ദിവസങ്ങളിലുള്ള ചന്തകളിൽ നടക്കുക. അപ്പോൾ അത് കസ്റ്റമറിന് ഉപകാരമായിരിക്കും, നിങ്ങൾക്കും അതൊരു കച്ചവടമായിട്ട് മാറും. അപ്പോൾ ഇദ്ദേഹം 1.4 വില ചോദിക്കുന്ന 3 കിൻഡലിലേറെ 3.5 കിൻഡൽ വരുന്ന വലിയ കൂറ്റൻ കാളയാണ്. ഇതാ കുഞ്ഞിക്കോയക്കൻ്റെ രണ്ടാമത്തെ കാള, പെരുന്നാളിൻ്റെ ബാലൻസ് ഉള്ള. പിന്നെ 1.10 ചോദ്യം, 3 കിൻഡൽ ഏകദേശം വരുന്ന ഒരു കാളയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്, കസ്റ്റമേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് കുത്താതിരുന്നാണ്, കാരണം പിന്നെ ഒരു പരിഹാസ്യമാണല്ലോ, ആളുകളില്ലാതെ പിന്നെ മൈക്ക് കുത്തിച്ചിട്ട് അയാളെ കൊണ്ട് നാടകം കളിപ്പിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഏതായാലും ഈ കന്നും നമുക്ക് വിൽപ്പനക്കുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മൂരിക്കുട്ടിയുണ്ട്. അവിടെ കാണുന്ന നീല ടാർപ്പായി, അതാണ് അദ്ദേഹത്തിൻ്റെ തൊഴുത്ത്. അതിൽ പോയി നോക്കി, കന്നുകളില്ല, എല്ലാം പുറത്തേക്ക് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെ അതുപോലെ ഒരു പോത്ത് ബാലൻസ് ഉണ്ട്. പോത്തിനെ നേരിട്ട് അടുത്തുനിന്ന് കാണിക്കാം. അതാണ് പോത്ത്. പെരുന്നാൾ അടുപ്പിച്ച് ഏകദേശം 3 ചന്തകളോളം അല്ലെങ്കിൽ 4 ചന്തകളോളം കുഞ്ഞിക്കോയൊക്കെ പോത്തുകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ വലിയ കാളകൾ. അതിലാകെ ബാലൻസ് ഉള്ള പുതിയേ ഉള്ളൂ. ഇഷ്ടംപോലെ ഇടത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം ഒരു 2.5-3 കിൻഡലിൻ്റെ മേലെ വരുന്ന സാധനമാണ്. 1.25-1.5 കിൻഡലുള്ള ഇഷ്ടംപോലെ കന്നുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അതിൻ്റെ വില ചോദിച്ചിട്ടില്ല. 2.25 കുഞ്ഞിക്കോയൊക്കെ പറയുന്നത്. അതിൻ്റെ തൂക്കം 1.10 ചോദ്യവില. ഇപ്പോൾ ഇന്നലെ കൊണ്ടുവന്നാണ്, ഒരു മുടികളയിലെ ടീം വരാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. 1.10 പ്രശ്നങ്ങളൊന്നുമില്ലാത്ത. ഓക്കെ. ആകെ എത്ര ചോദിക്കണം അതൊക്കെ? ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ പറയണത് പാൽപ്പശുക്കളെ കുറിച്ചാണ്. ഇനി പാൽപ്പശുക്കളിലേക്ക് ഞാൻ ശ്രദ്ധിക്കും. പിന്നെ വളർത്തു കുട്ടികളായിരിക്കും ഉണ്ടാവുക മാക്സിമം. വളർത്തു കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ഇനി ഉണ്ടാവുക. കാരണം ഒരുവിധ ആളുകളൊക്കെ പോത്തുകളെ വിറ്റ് കഴിഞ്ഞു. ഇനി വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് തന്നെ കിട്ടുമ്പോൾ ഭയങ്കര ഡിമാൻഡ്സാണ്. അത് ഇഷ്ടംപോലെ ഇനി വില കൂടാൻ സാധ്യത എന്നൊക്കെ പറയുന്നു. ഫ്യൂച്ചർ പറഞ്ഞാണ്. ഏതായാലും ഇതാണിപ്പോൾ ഇപ്പോൾ കുഞ്ഞിക്കോയക്കൻ്റെ കയ്യിലുള്ളത്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണം കൂട്ടും. അപ്പോൾ ഇതിൽ 38 വില പറയുന്നുണ്ട്. ചെറുത് അതായിരിക്കും 38. അതുപോലെ 45, 40, 65, 68 ഒക്കെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞുള്ളതുണ്ട്, ഇത് ചെനയുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ വിലയാണ് പറയുന്നത്. കുഞ്ഞുകോയാക്കാൻ്റെ പശുവും കിടാവൊക്കെ 65, 60, 50 ചില്ലാന, 40 ചില്ലാന, 38 ഒക്കെ പറയുന്നു മൂപ്പര്. ഓക്കെ. അത് കാണാനാണ് അദ്ദേഹത്തിൻ്റെ തൊഴുത്ത്, ആ നീല ടാർപ്പായി വെച്ചത്. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ടുള്ള വിജനമായ ആളില്ലാത്ത ചട്ടിപ്പറമ്പ് ചന്തയാണത്. കുഞ്ഞിക്കോയക്കൻ്റെ കുറച്ച് കന്നുകൾ ഒഴികെ ബാക്കി ആരുമില്ല. കസ്റ്റമേഴ്സ് ഇങ്ങനെ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചന്തയുള്ളത് അറിയാതെ. അതാണ് ഈ ഞായറാഴ്ചയുടെ അവസ്ഥ. അടുത്ത ഞായറാഴ്ച തൊട്ട് ഇവിടെ കന്നുകൾ നിറയും.